ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഓരോ വ്യക്തിയുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അനാഥത്വം അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകാം. ആ സാഹചര്യത്തിലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ നാം ആയിരിക്കുകയും ചെയ്യണം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 3-ാം തിരുവചനം പറയുന്നത് അതാണ്. ഞാൻ അവിടുത്തെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നു. അനാഥർ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്നു. 14-ാം അധ്യായം 4-ാം തിരുവചനം പറയുകയാണ്, അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഞാൻ ഉണക്കും. അവിശ്വസ്തതയുടെ മുറിവ്, നാം ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തത, നമ്മുടെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാം നമ്മളോട് കാണിക്കുന്ന അവിശ്വസ്തത, ഇതെല്ലാം ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ വരണം. ദൈവം നമ്മോട് പറയുന്നത്, അവരുടെ അവിശ്വസ്തതയുടെ മുറിവ് ഞാൻ ഉണക്കും. എൻ്റെ സ്നേഹം അവരുടെ മേൽ ചൊരിയും. എൻ്റെ സ്നേഹം അവരുടെ മേൽ ചൊരിയും. നിന്റെ മുറിവുണക്ക് മാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ ചൊരിയപ്പെടും. മൂന്നാമതായി പറയുന്നത് എന്തെന്നാൽ, അവരോടുള്ള എൻ്റെ കോപം അകന്നിരിക്കുന്നു. അനാഥർ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം തേടും. നിന്റെ അവിശ്വസയുടെ മുറിവ് കർത്താവ് ഉണക്കും. ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ ചൊരിയപ്പെടും. എന്നാൽ നിന്നോടുള്ള കോപം അകന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവസന്നിധിയിൽ നമുക്ക് അനുദപിക്കാം. നമ്മുടെ ജീവിതത്തിൽ സഹോദരങ്ങളോട് അവിശ്വസ്തയുടെ പേരിൽ മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ മുറിവ് ഉണക്കുമെന്നും, ദൈവത്തിൻ്റെ സ്നേഹം നിന്നിൽ കുടികൊള്ളുന്നതുകൊണ്ട് നിന്റെ സ്നേഹം അവരിലേക്ക് ചുരിയുമെന്നും. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ കാരണം? നിന്നോടുള്ള കോപം അകന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവമേ, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തി പ്രാപിക്കുവാൻ, ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വേരുറച്ച് വളരുവാൻ ഇടവരുത്തണമേ. ഞങ്ങളെ വിശദീകരിക്കുവാൻ തന്ന വചനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നാഥ, നിന്റെ കാരുണ്യം ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.